ആശങ്കകരമായ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ എന്താണ് പറയാനുള്ളത്? കലോത്സവ മാനുവൽ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ കൗമാര കലാമേളയുടെ തന്നെ ശോഭ കെട്ടുപോകുമെന്ന ആശങ്ക ഒരു വിഭാഗം അധ്യാപകർക്കും മത്സരാർത്ഥികൾക്കുമുണ്ട്. കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മിക്ക ജില്ലകളിലും നടക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇന്നുകൊണ്ട് കലോത്സവം സമാപിക്കുന്നു. വിവിധ വേദികളിലായി മത്സരങ്ങൾ തകർത്താടുകയായിരുന്നു കുട്ടികളെല്ലാവരും. ഒരു നല്ല വേദി കിട്ടുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ എല്ലായിടത്തും സത്യസന്ധത നമുക്ക് കാണാൻ കഴിയുന്നില്ല. കഷ്ടപ്പാടിൻ്റെ ഫലമാകുമ്പോൾ നമുക്കതിൽ നന്നായി പരിശ്രമിക്കുന്ന കുട്ടികൾക്കല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടത്. എല്ലായിടത്തും അങ്ങനെയല്ല നടക്കുന്നത്. അതിൽ വിഷമമുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പൊതുവെ ജില്ലാ കലോത്സവത്തിന്റെ ഇത്തവണത്തെ രീതി ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വരുന്നത്. നമ്മൾ അത് മത്സരം സംഘടിപ്പിക്കുന്നവരും ആ ആത്മാർത്ഥത പുലർത്തണം. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷയും സ്വപ്നവും കണ്ടാണ് മുന്നോട്ട് വരുന്നത്. നമ്മൾ സംഘടിപ്പിക്കുന്നവർ ആ പ്രതീക്ഷയാണ് അവർക്ക് മുന്നോട്ട് വെക്കേണ്ടത്. അവർ ഈ സത്യസന്ധത പ്രതീക്ഷിച്ച് വരുമ്പോൾ അവരെ വിഷമിപ്പിച്ച് വിടാൻ നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. നമ്മളാണ് അവർക്ക് നന്മ പകർന്നു കൊടുക്കേണ്ടവർ. നമ്മൾ കള്ളത്തരമാണ് അവർക്ക് പകരുന്നതെന്ന് വെച്ചാൽ ഇതാണ് ലോകം എന്നവർ വിശ്വസിച്ച് പോകും. കഴിഞ്ഞ ദിവസം അപ്പീലുമായി വന്നവർ തർക്കമായി, കൂട്ടപ്പൊരിച്ചിലായി, പ്രശ്നങ്ങളായി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ? സർക്കാർ ഈ കലോത്സവത്തിൻ്റെ മാനുവൽ മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയല്ല ഇനി കലോത്സവം മുന്നോട്ട് വെക്കേണ്ടത്. കലോത്സവത്തിൻ്റെ മാനുവൽ പരിഷ്കരിച്ചേ പറ്റുകയുള്ളൂ. എങ്ങനെയുണ്ട് കുട്ടികളെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയുണ്ട്? എന്താ പ്രതീക്ഷ? തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി, കാരണം നമ്മളിതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ വിഷമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ പുതിയൊരു ദിവസം വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. പറഞ്ഞതുപോലെ കലകളുടെ ഒരു ഏറ്റുമുട്ടലായി മാറണം. അതിന് മാനുവൽ പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ അധ്യാപകരെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല കലോത്സവ വേദികളിലേക്ക് ഇനിയുള്ള കാലങ്ങൾ പോകണമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്.